റെന ഫാത്തിമ ഈ ഒരു മിഡ് വീക്ക് എവിക്ഷനകത്ത് ഉൾപ്പെട്ടത് കൊണ്ട് നോമിനേഷനിൽ വരാതെ പോയൊരു വ്യക്തിയാണ്. ഈ നോമിനേഷനിൽ റെന ഫാത്തിമ ഉടനെ വരണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്രത്തോളം ഹേറ്റേഴ്സ് പതിഞ്ഞ് പറയുന്ന ആൾക്കാർ, അതായത് മീൻസ് നമ്മളിപ്പോൾ അനുമോളെ ഹേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്, ജിസേലിനെ ഹേറ്റ് ചെയ്ത് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ റെന ഫാത്തിമയുടെ ഒരു ഹേറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ വിസിബിൾ ആയിട്ടൊന്നുമല്ല. ഇതൊക്കെ എവിടുന്ന് ഇറങ്ങി വരുന്നു, വല്ല സ്കൂളിലും കൊണ്ട് ചേർക്ക്, LKG, ഈ തരത്തിലൊക്കെയുള്ള ഒരു ഹെയ്റ്റ് കമന്റ്സുകളാണ് റെനയ്ക്ക് വരാറുള്ളത്. പക്ഷേ ഈ ഇന്നത്തെ ഒരു രാവിലത്തെ ഒരു അടുക്കള പ്രശ്നം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നം വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ, ആ കുട്ടിക്ക് ഒരു കുട്ടിത്തം മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിനപ്പുറം ഒരു സീരിയസ്നെസ് ഒന്നും ഇല്ല. ഒരാളെ എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാം, ഒരാളെ എങ്ങനെ ടോർച്ചർ ചെയ്യാം. ഈ നമ്മൾ പറയല്ലോ, കൊച്ചു കുട്ടികളാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കുത്തി കാണിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആ ഒരു ലിപ്സ് ഒക്കെ വെച്ചിട്ട് കാണിക്കുന്ന കറക്റ്റ് ഒരു പൂക്കിയാണ്. പൂക്കി എന്ന് വെച്ചാൽ അങ്ങേയറ്റം അന്നാ ഒനിയിൽ പറഞ്ഞതിനകത്ത് ഒരു തെറ്റുമില്ല. ഇപ്പോഴത്തെ ഒരു കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് നോളജ് ഉണ്ട് യൂസിങ് ChatGPT. അതുകൊണ്ട് തന്നെ അവരൊക്കെ കുറേ കാര്യങ്ങളിൽ അറിവുണ്ട്. പക്ഷെ ഈ പറയുന്ന അറിവ് ബൈഹാർട്ട് ചെയ്ത് വെച്ചത് കൊണ്ടോ അതിങ്ങനെ തിരിച്ച് പറയാൻ പഠിച്ചു വെച്ചത് കൊണ്ടോ കാര്യമില്ല. ഒരവസരത്തിൽ ഈ പറഞ്ഞ അറിവ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ മാത്രമേ ആ വ്യക്തിക്ക് ആ ഒരു സാഹചര്യത്തെ പക്വതയോടെ അല്ലെങ്കിൽ ആ സാഹചര്യത്തെ നിലപാടോടെ നിന്ന് നേരിടാൻ സാധിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. റെന ഫാത്തിമ അവിടെ എല്ലാവരും പറയുന്നുണ്ട്. ഈവൻ ജിസേൽ ഒരു ദിവസം രാത്രി ഇരുന്ന് സംസാരിച്ചപ്പോൾ റെനയ്ക്ക് എല്ലാ വിഷയത്തെക്കുറിച്ചും നല്ല അറിവാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ, യൂട്യൂബിൽ ഒരു 10 ചാനൽ, 10 ഡിഫറെൻറ്റ് ജോണറിലുള്ള 10 ചാനൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ 10 കാര്യത്തെക്കുറിച്ച് പറയാനൊരു അറിവുണ്ടാവും. പറയാനുള്ള അറിവ് ഒരിക്കലും പ്രവർത്തിക്കാനുണ്ടെന്ന് കരുതരുത്. അതേപോലത്തെ ഒരു ക്യാരക്ടറാണ് റെന ഫാത്തിമ. ഇന്നിപ്പോൾ രാവിലെ കിച്ചണിൽ നടക്കുന്ന ഒരടി, അത് ശരിക്കും പറഞ്ഞാൽ തിരിച്ചടിയാകാൻ പോകുന്നത് റെനയ്ക്കാണ്. അതായത് റെന വന്ന് വെറുതെ കിച്ചൺ ടീമിൽ വന്ന് ചൊറിയാണ്. അപ്പോൾ അപ്പാനി അനുവിൻ്റെ കൂടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. നിനക്ക് ഇപ്പൊ എന്തിന്റെ കേടാ, നീ എന്തിനാ ഇപ്പൊ ഈ അടുക്കളയിൽ വരുന്നത് എന്ന് പറയുമ്പോൾ റെന അതെന്താ വന്നുകൂടെ എന്നിട്ട് ചുണ്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് കോലം കാണിക്കുകയാണ്. എന്നിട്ട് മനഃപൂർവ്വം അനുവിൻ്റെ അടുത്ത് ചപ്പാത്തി കള്ളിയാണല്ലേ എന്ന്. ഇത് അനുവിന് സഹിക്കുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ അനു പറയുന്നുണ്ട്, ഞാൻ ചപ്പാത്തി കളിയൊന്നുമല്ല, നീ എന്തിനാ അങ്ങനെ വിളിക്കുന്നേ എന്നും പറഞ്ഞിട്ട് ഭയങ്കര ട്രിഗർ ആവുകയാണ്. ഉടനെ റെന അതിനെന്തിനാ ഇത്ര ട്രിഗർ ആകുന്നേ എന്നും ചോദിച്ചുകൊണ്ട് ആ കൊഞ്ചിലും ബഹളവും ഒക്കെ മറ്റുള്ളവരൊക്കെ ചുറ്റും നിന്ന് കാണുകയാണ്. എസ്പെഷ്യലി ആ ബിന്നിയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, സംടൈംസ് ഐ ഹേറ്റ് ഹർ. കാരണം എന്ന് വെച്ചാൽ ഒന്നുകിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കൂ, ന്യൂട്രലായിട്ട് നിൽക്കൂ, പക്ഷെ നിലപാട് അവരുടേതായിരിക്കണം. ഇതൊന്നും പറയാനില്ല. ചിലപ്പോൾ ഇപ്പോൾ ആ വന്ന ഒരാഴ്ച ബിന്നി അടിപൊളിയായിരുന്നു, പക്ഷെ ഇപ്പോൾ ആ ഒരു ഗ്രാഫ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും റെന നിർത്തുന്നില്ല. പിന്നെയും റെന അനുമോളെ പറയാണ്, ഇവിടെ ആണുങ്ങളൊക്കെ മൊണ്ണയാന്ന് പറയുന്നതാണോ സംസ്കാരം, നിങ്ങളുടെ അച്ഛനും അമ്മയും അതാണോ പഠിപ്പിച്ചെന്നൊക്കെ ചോദിച്ച് റെന അനുമോളോട് പറയുന്നുണ്ട്. അനുമോൾ തിരിച്ച് വീണ്ടും പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചത് എനിക്കറിയാം, എന്തായാലും നിന്നെ പഠിപ്പിച്ച് എന്താണെന്നുള്ളത് നിന്റെ ഈ സ്വഭാവം കാണുമ്പോൾ അറിയാം എന്നൊക്കെ പറഞ്ഞ് അനുമോൾ റെനയെ തിരിച്ചു പറയുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഈ സംസാരിക്കുന്നത് ഒന്നിനും നല്ലതല്ല. കാരണം അവർ ഗെയിമായിട്ട് അതൊരു നല്ല കാര്യമാണ്, തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും പറയട്ടെ. പക്ഷെ റെന കാര്യമില്ലാതെയാണ് അനുവിൻ്റെ അടുത്ത് ഈ വഴക്കിന് ചെല്ലുന്നതെന്നുള്ളത് പ്രേക്ഷകർക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ അനുമോളുടെ ഒരു പക്ക നെഗറ്റീവ് എന്ന് പറയുന്നത്, ഈ റെന വന്ന് ചൊറിയാണെന്ന് അനുമോൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റില്ലേ? ഈ എന്തിനാണോ എന്തോ ഇരുന്ന് കരയുന്നത്. പക്ഷെ ആ കരച്ചിൽ ഒരിക്കലും നല്ലതല്ല. ഇപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം, കരയുന്നത് സങ്കടം വരുമ്പോൾ കരയും, പിന്നെ ഇത്രയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ആർക്കായാലും കരച്ചിൽ വരത്തില്ലേ? ഒറ്റപ്പെട്ട ഒരു അവസ്ഥ വരുമ്പോൾ കരച്ചിൽ വരത്തില്ലേ? ഇത് ബിഗ് ബോസ് ഗെയിമാണ്. ഇവിടെ അനു എന്തിനാണ് അങ്ങനെ കൺസിഡർ ചെയ്യുന്നത്? ചില ഇമോഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മളുടെ പേഴ്സണൽ ആയിരിക്കണം. എല്ലാവരുടെ മുന്നിലും എടുത്തിട്ടിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് വിഷമം വരുമ്പോൾ നമുക്ക് വിഷമം വരുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മുന്നിൽ അത് കാണിക്കേണ്ട കാര്യമില്ല. കാണിച്ചാൽ അവർക്കത് വെറും പുച്ഛമോ പരിഹാസമോ കളിയാക്കലോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം മിക്കവാറും ഈ ബിഗ് ബോസ് കഴിയുന്നതിന് മുമ്പിട്ട് അനുമോള് പേഴ്സണലി പഠിക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. ഇനി അങ്ങോട്ട് ജീവിതത്തിൽ ഈ വെറുതെ കരയുന്നത് മിക്കവാറും ഈ സീസണിലൂടെ അനുമോൾക്ക് ഒരു വലിയ പാഠമായിരിക്കും. ഇങ്ങനെ കരയാൻ പാടില്ല. ആ കരച്ചിൽ കരഞ്ഞ് വറ്റിപ്പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ റെന ആ ഒരു ഏജിന്റെ പക്വതയും ഏജിന്റെ ആ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത്. ആ കുട്ടിയും ഈ പറയുന്ന സീസണൊക്കെ കഴിഞ്ഞ് ഒരു വർഷങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും റെന ഫാത്തിമയൊക്കെ വളരുമല്ലോ, ഒരു 10, 28, 30 വയസ്സൊക്കെ എത്തുമല്ലോ. അപ്പോഴേക്കും ഇതൊക്കെ റെനയ്ക്ക് മാറുമായിരിക്കും. ഏതായാലും ഇന്നത്തെ കിച്ചണിലെ അടി എന്ന് പറയുന്നത് ഒരു പൂക്കി അടിയാണ്, വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ആ ക്വാളിറ്റി ഇല്ലാത്ത അടിയാണെങ്കിലും അനുമോൾക്ക് അതൊരു സപ്പോർട്ട് കിട്ടാനുള്ള അടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്.
നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.